മോദി NSSൻ്റെ ആസ്ഥാനത്തും തൊട്ടു മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് അദ്ദേഹം പകർന്നു നൽകുന്നത്. കേവലം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം NSSൻ്റെ മുന്നിൽ മുട്ടുവിറയ്ക്കുന്നത് പോലെ മോദിക്ക് അങ്ങനെ മുട്ടുവിറയ്ക്കുവാൻ ആകില്ല. അദ്ദേഹം എന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഇത്തരമൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ആറാം തമ്പുരാനിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. കുളപ്പുള്ളി അപ്പനും ജഗന്നാഥനും തമ്മിലുള്ള റോഡരികിൽ വെച്ചിട്ടുള്ള ഒരു സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ അവസാനം നരേന്ദ്രപ്രസാദിൻ്റെ കുളപ്പുള്ളി അപ്പൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇവനെ സൂക്ഷിക്കണം, അവൻ്റെ കണ്ണിൽ തീക്ഷ്ണതയോടെ എന്തോ കത്തുന്നു, വാക്കിന് സൂചിമുനയുടെ മൂർച്ച, പിഴയ്ക്കാത്ത ചുവടുകളുമായി അവൻ ഈ മണ്ണിൽ കാലുകുത്തിയത് ഒരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ കുളപ്പുള്ളി അപ്പൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഇപ്പോൾ സുകുമാരൻ നായരുടെ മനസ്സിൽ മുഴങ്ങിക്കേൾക്കുന്നതും. കാരണം അത്ര വളരെ കൃത്യമായ ഒരു സ്ട്രാറ്റജി ആയിരിക്കും പല കാര്യങ്ങളിലും മോദി എടുത്ത് നടപ്പിലാക്കുവാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി വിജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ് എന്ന് മോദി പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. തെളിയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട്, അദ്ദേഹം അവിടെ കാലുകുത്തിയിട്ടുണ്ട് എങ്കിൽ പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് NSSൻ്റെ ആസ്ഥാനത്ത് നിർണായകമായ മാറ്റങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. മനമുയർത്തിയ ആ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് ഇന്ന് പല തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അതായത് NSS ഇപ്പോൾ ശരിയായ ഒരു രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. NSS നേതൃത്വത്തിനെതിരെ വളരെ ചരിത്രത്തിലില്ലാത്തവണ്ണം ഒരുപാട് കരയോഗങ്ങളിൽ നിന്നാണ് പ്രമേയങ്ങൾ പാസ്സാക്കുന്നത്. അങ്ങനെ സുകുമാരൻ നായരെക്കുറിച്ച് പൊതുവിൽ വലിയ വിമർശനമാണ് NSSനകത്ത് ഉള്ളത് എന്നുള്ളത്.